തിരക്കഥയോ തിരുകിയ കഥയോ? വ്യാപക പരാതികളെ തുടർന്ന് വിമർശനമുയർന്ന എമ്പുരാൻ സിനിമ റീസെൻസറിങ്ങിന് വിധേയമാക്കും. റീസെൻസറിംഗ് തുടങ്ങി എന്നാണ് വിവരം. സിനിമയിൽ കേന്ദ്രാന്വേഷണ ഏജൻസികളെ മോശമാക്കി ചിത്രീകരിക്കുകയും ഗോധ്രയിൽ തീവണ്ടി കത്തിച്ചത് ഒരു വിഭാഗത്തിന് അനുകൂലമായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ തിരക്കഥയല്ല സിനിമയായി എത്തിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ഇപ്പോൾ എമ്പുരാൻ സിനിമ റീസെൻസറിങ്ങിന് വിധേയമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് റീസെൻസറിംഗ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. റീസെൻസറിംഗ് തുടങ്ങിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, ഏതായാലും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് സെൻസർ ബോർഡ് എത്തിയിരിക്കുന്നത്. വ്യാപകമായ പരാതികൾ ഉയർന്ന, പ്രത്യേകിച്ചും സിനിമയിൽ ജിഹാദിവൽക്കരണം നടപ്പിലാക്കുന്നു എന്ന വ്യാപകമായ പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന എമ്പുരാൻ സിനിമയുടെ റീസെൻസറിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും വ്യാപകമായ പരാതികളായിരുന്നു സെൻസർ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട ലഭിച്ചത്. ഏറ്റവും പ്രധാനമായും ജിഹാദിവൽക്കരണം സിനിമയിലൂടെ നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തിന് തന്നെ അഭിമാനമായ കേന്ദ്ര ഏജൻസികളെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു. കേന്ദ്ര ഇന്റലിജൻസിനെ ഉൾപ്പെടെ അടിച്ചു കാണിക്കാനുള്ള ശ്രമം ഈ സിനിമയിലൂടെ നടത്തുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കുറ്റപ്പെടുത്തുന്നു, മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നു. മാത്രമല്ല, ഇല്ലാത്ത സംഭവങ്ങൾ, ഗോത്ര ഉൾപ്പെടെ ഇല്ലാത്ത സംഭവങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള വ്യാപകമായ പരാതികളായിരുന്നു കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡിന് ലഭിച്ചത്. മാത്രമല്ല, RSS ദേശീയ നേതാക്കളായ എ ജയകുമാർ, അതുപോലെ തന്നെ ജെ നന്ദകുമാർ എന്നിവർ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഈ രീതിയിൽ നിരവധി പ്രതിഷേധങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സെൻസർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് റീസെൻസറിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എമ്പുരാന്റെ റീസെൻസറിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ഇവിടെയാണ് എമ്പുരാന്റെ റീസെൻസറിംഗ് നടക്കുന്നത്. നേരത്തെ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ മുന്നിൽ വന്നിട്ടും എന്തുകൊണ്ട് ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകി എന്നത് സംബന്ധിച്ചായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്ന വിമർശനം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് റീസെൻസറിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പരാതികൾ ഉയർന്ന ഭാഗങ്ങൾ വീണ്ടും സെൻസർ ബോർഡ് അംഗങ്ങൾ കാണും. അതിനുശേഷമായിരിക്കും ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക. വിശദമായ പരിശോധന തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട ഉണ്ടാകും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ റീസെൻസറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ റീസെൻസറിംഗ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വ്യാപകമായ പരാതികൾ ചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിലുമൊക്കെ ഇരിക്കുകയാണ്. ജിഹാദിവൽക്കരണം സിനിമയിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല, നമുക്കറിയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ സിനിമ പുറത്തിറക്കി എന്ന തരത്തിലുള്ള വിമർശനവും ഉയർന്നിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലഭിച്ച ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. പ്രിവ്യൂ പോലും ഇവരെ കാണിക്കാതെയായിരുന്നു സിനിമ പുറത്തിറക്കിയത്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് ഈ സിനിമയിൽ നടപ്പാക്കിയത്. അവർ നടപ്പിലാക്കിയ അജണ്ട ഈ സിനിമ വഴി പുറത്തിറക്കുകയായിരുന്നു എന്ന വിമർശനം വളരെ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ എമ്പുരാന്റെ റീസെൻസറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നു. റീസെൻസറിംഗ് നടത്തി ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന ഭാഗങ്ങൾ വീണ്ടും പരിശോധിക്കും. വിശദമായി പരിശോധിച്ച ശേഷമാകും അക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന ഒരു നടപടികളിലേക്ക് പോവുക. രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അത് ഏറെ നിർണായകം തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വ്യാപകമായ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നത് എന്ന് മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലും മോശമായി ചിത്രീകരിക്കുകയും രാജ്യത്തിൻ്റെ അന്തസ്സിന് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിലുമാണ് പല ഭാഗങ്ങളും പരാമർശിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ റീസെൻസറിംഗ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധത വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അന്തസ്സിന് കളങ്കം വയ്ക്കുന്ന ഇത്തരം ചില നീക്കങ്ങൾ അവിടെ തുടച്ചു നീക്കപ്പെടും എന്നു തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ ചലച്ചിത്ര മേഖലയിലുള്ളവർ അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ കൂടി എപ്രകാരമാണ് രാജീവ്?
രോഹിണി, കോടികൾ ചിലവഴിച്ചുകൊണ്ട് പ്രചാരണം നടത്തി ഒരു സിനിമ പുറത്തിറക്കുക, അതിന്റെ മറവിൽ ഈ ജിഹാദി അജണ്ടകൾ നടപ്പാക്കുക. നമുക്കറിയാം, മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് നിരവധി സൂചനകൾ ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെ സിനിമകൾ വഴി രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വ്യാപകമായ പരാതികൾ ലഭിക്കുകയും അതിനെക്കുറിച്ച് നിലവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഉൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. അത്തരമൊരു നീക്കം ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഒരു സിനിമയുടെ മറവിൽ, വലിയൊരു സിനിമയുടെ മറവിൽ വീണ്ടും രാജ്യവിരുദ്ധത കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അത് മോഹൻലാൽ എന്ന നടനെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഉയരുന്ന വിമർശനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി ഉയർന്നത്. ഒരുപക്ഷെ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഇതുവരെ കേരളം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നത് എന്നതുകൂടി കണക്കിലെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട റീസെൻസറിംഗ് എന്ന ഒരു നടപടിയിലേക്ക് സെൻസർ ബോർഡ് കടന്നിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന് അഭിമാനമായ കേന്ദ്ര ഏജൻസികളെ താറടിച്ച് കാണിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നു. നേരിട്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതൊക്കെ ഏജൻസികളാണോ അന്വേഷിക്കുന്നത് ആ ഏജൻസികൾക്കെതിരെ തന്നെ ഈ സിനിമയിലൂടെ പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കേന്ദ്ര ഇന്റലിജൻസിനെ പോലും ഈ സിനിമയിൽ മോശമായി ഉപയോഗിച്ചിരിക്കുന്നു, കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പോലും മോശമായി ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയ വിമർശനങ്ങൾ ഈ സിനിമയ്ക്കെതിരെ ഉയരുകയും ചെയ്തത്. ഗോദ്രയിൽ ട്രെയിനിലുണ്ടായ തീവയ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനുള്ള സിനിമയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. അതും ഏതായാലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാവുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റീസെൻസറിംഗ് വേണമെന്ന ആവശ്യം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സെൻസർ ബോർഡിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടായത്. മാത്രമല്ല, RSS ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതും ഇതിന്റെ ഭാഗമായി കണക്കിലെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഏതായാലും ഇപ്പോൾ റീസെൻസറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലും അറിയിക്കാതെ ഈ സിനിമയിലൂടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി മോഹൻലാലിനെ പോലും അറിയിക്കാതെയുള്ള നീക്കം പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത്തരമൊരു നീക്കം നടത്തിയെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ പൃഥ്വിരാജ് നടത്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ സിനിമയുടെ റീസെൻസറിംഗ് നടക്കുകയാണ്. ഏതൊക്കെ ഭാഗങ്ങളാണോ വിമർശനങ്ങൾക്ക് വിധേയമായത്, പ്രതിഷേധങ്ങൾ ഉയർന്നത്, ആ ഭാഗങ്ങൾ വീണ്ടും സെൻസർ ബോർഡ് അംഗങ്ങൾ കാണുകയും വേണ്ട വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം ആ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. രോഹിണി. ശരി, രാജീവ് പറഞ്ഞതുപോലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് സെൻസർ ബോർഡ് കടക്കുന്നത്. വ്യാപകമായ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ എമ്പുരാൻ സിനിമ റീസെൻസറിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ്, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. ഒരു കഥ, അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളത് ഈ സിനിമയിൽ വ്യക്തമായി തന്നെ ആ കഥയുടെ ഒഴുക്കിന് പകരം അതിലേക്ക് ചില കാര്യങ്ങൾ മനഃപൂർവ്വമായി തിരികെ ചേർക്കുന്ന ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് ഒരു കലാപം ചിത്രീകരിക്കണമെങ്കിൽ അതൊരു കലാപ പശ്ചാത്തലം കാണിക്കാം, പക്ഷേ അവിടെ തീയതി കാണിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ പേര് രേഖപ്പെടുത്തുന്നു, ഈ കലാപമാണ് എന്ന് വരുത്തി തീർക്കുന്നു. തുടർന്ന് അതിലെ ഓരോ കഥാനുഗതിയും അത്തരത്തിൽ ഭാരതത്തിനെതിരെ എവിടെയെല്ലാം പരാമർശങ്ങൾ നടത്താമോ ആ രീതിയിലുള്ള വാക്കുകളും പ്രയോഗങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്നു മാത്രമല്ല, ഇതിനെ വില്ലൻ കഥാപാത്രങ്ങളായി നിൽക്കുന്നത് അല്ലെങ്കിൽ കൊല്ലേണ്ടവരെന്നോ മാറ്റി നിർത്തിയിട്ടുള്ളവരെന്നോ ഒക്കെ വിവക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന് പ്രത്യേക വേഷഭൂഷാദികൾ നൽകുന്നു, പേരുകൾ നൽകുന്നു. ഇതിലൂടെ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നു. ഒരുപക്ഷെ ഒരു സമൂഹം മുഴുവൻ ഇതിൽ ആഹ്ലാദിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തിരുകിക്കയറ്റൽ, കൃത്യമായി പറഞ്ഞാൽ ഈ തിരക്കഥയിലുടനീളം അതിൻ്റെ സ്വാഭാവിക ഗതിയല്ലാതെ മറ്റെന്തൊക്കെയോ അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയുള്ള കടന്നുകയറ്റലുകൾ, തിരുകിക്കയറ്റലുകൾ കൃത്യമായി നടന്നിരിക്കുന്നു എന്ന് വേണ്ടേ നമുക്കും അനുമാനിക്കാൻ.
തീർച്ചയായും അത്തരമൊരു അജണ്ട ഈ സിനിമയുടെ ഭാഗമായി ഉണ്ട് എന്ന് സംശയിക്കുക മാത്രമല്ല, അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. 2022 മുരളി ഗോപി പറഞ്ഞ കഥയല്ല ഇപ്പോൾ എമ്പുരാനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുകൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. 2022 ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായി തിരികയറ്റലുകൾ ഈ ചിത്രത്തിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ തിരികയറ്റലുകളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അജണ്ട നിശ്ചയിക്കപ്പെട്ടതും. അതായത് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ കഴിഞ്ഞ കുറേ നാളുകളായി എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അക്കമിട്ടുകൊണ്ട് സിനിമയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കം നടത്തുമ്പോൾ തീർച്ചയായും അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടി വരും. കാരണം ഈ രീതിയിൽ, അതായത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല സിനിമ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അതൊരു വർഗീയ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ ഈ സിനിമയിലൂടെ നടത്തുന്നു. അത്തരക്കാർക്ക് പ്രത്യേക പേരുകൾ നൽകുന്നു. മാത്രമല്ല, ഒരു മതവുമായി ബന്ധപ്പെട്ട പേരുകൾ പോലും ഈ ചിത്രത്തിൽ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെയാണ് പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി വരുന്നത്. മുൻപും പലതരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെതിരെ ചിലപ്പോൾ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നും വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ വിമർശനങ്ങളിലേക്കോ പോകാറില്ല. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അത് അങ്ങനെയല്ല. ഒരു രാജ്യവിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ രീതിയിലേക്കാണ് ഈ സിനിമ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള നീക്കം വളരെ ബോധപൂർവം തന്നെ സിനിമയിൽ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമാണ് ഈ സിനിമ പൂർണ്ണമായും എന്താണ് എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് ഇന്നലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ജനം TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ, അതായത് ഇതിലെ പ്രധാന താരങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ പേർ ചേർന്നുകൊണ്ട് ഒരു അജണ്ട നിശ്ചയിക്കുന്നു. ആ അജണ്ടയ്ക്ക് കൃത്യമായി ചില മേഖലകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരമൊരു വർഗീയ അജണ്ട ഈ സിനിമ വഴി സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ശ്രമം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരു സിനിമ എന്നതിനും അപ്പുറത്തേക്ക് ചില തെറ്റായ സന്ദേശങ്ങൾ, തെറ്റായ വിവരങ്ങൾ ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്.